ഒരു പുസ്തകത്തിൽ ഞാൻ വായിക്കാനിടയായി. നായന്മാര് നാഗത്താന്മാരായിരുന്നു എന്ന് വായിക്കാനിടയായി. നാഗത്താന്മാരെന്ന് വെച്ചാൽ ജൈനരാണ്. പിന്നീട് ഞാൻ ഇതിന്റെ ഉര എഴുതാൻ വേണ്ടി ഇതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, കേരളത്തിൽ അന്നുണ്ടായിരുന്ന തമിഴകത്ത് ഉണ്ടായിരുന്ന ജൈനന്മാരുടെ എല്ലാം വീടുകളോട് ചേർന്ന് നാഗക്കാവുകൾ ഉണ്ടായിരുന്നു. അത് ബൗദ്ധർക്കില്ലായിരുന്നു. ജൈനരുടെ വീടിനോട് ചേർന്ന് വീടിന്റെ പുറകിലായിട്ട് നാഗക്കാവുകൾ ഉണ്ടായിരുന്നു. ഈ കഥാപ്രസംഗം നടത്തിയിരിക്കുന്നത് ഒരു IAS ഓഫീസറാണ്. റിട്ടയർമെന്റ് അടുക്കുമ്പോഴോ അല്ലെങ്കിൽ റിട്ടയർമെന്റിന് ശേഷമോ ഇങ്ങനെയൊക്കെയുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുന്ന ധാരാളം IAS IPS ഓഫീസർമാരും ഉണ്ട്. കാരണം ഇവർ കോമാളിത്തരം കാണിക്കുന്നതിനും വലിയ ആലോചനകളൊന്നും വേണ്ട. കാരണം കോളേജിലെ പ്രൊഫസർമാരും പോലും ഇങ്ങനത്തെയുള്ള ചരിത്ര വിഡ്ഢിത്തരങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജൈനമതം, ബുദ്ധമതമൊക്കെ ഇവിടെ ആഗോള തലത്തിൽ ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പ്രചരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയൊരു എന്താ പറയുക, ഒരു വിഡ്ഢിത്തരവും ചരിത്രത്തിന് നിരക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഉള്ളതെല്ലാം അബോർജിൻസും ഗോത്രങ്ങളും ഒക്കെയാണ്. ഈ ബുദ്ധമതമൊക്കെ എല്ലാ ആൾക്കാരും സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നത് ഇച്ചിരി കടുത്ത കൈ തന്നെയാണ്. അതുപോലെ തന്നെ ജൈനമതം. ഈ ജൈനമതത്തിന്റെ ചരിത്രം നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24 തീർത്ഥങ്കരന്മാരുണ്ട്. അതിനകത്തെ അവസാനത്തെ തീർത്ഥങ്കരനും ശ്രേഷ്ഠനുമാണ് ആര്? ഈ ജൈനമതം ഉണ്ടാക്കിയവൻ. അവന്റെ പേരാണ് മഹാവീരൻ എന്ന് പറയുന്നത്. ഇതേ സെയിം സ്റ്റോറി നിങ്ങൾക്ക് വേറൊരിടത്തും കാണാൻ പറ്റും. അതെവിടെയെന്ന് അറിയാമോ? അവസാനത്തെ സെമറ്റിക് മതമായിരിക്കുന്ന ഇസ്ലാമിലും കാണാൻ പറ്റും. ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. എന്നാൽ ശ്രേഷ്ഠനും അവസാനത്തതുമായ പ്രവാചകനാണ് ഞാൻ, മുഹമ്മദ് നബി. ഈ കഥ കേട്ടിട്ടുണ്ടല്ലോ. ഇതേ സെയിം സാധനം തന്നെയാണ്. ഇത് രണ്ടും ഒരേ കൊലയിലെ പൂക്കളാണ്. ഒരേ ലോജിക്ക് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്ന സാധനമാണ്. ഇതിനകത്തും നമുക്ക് മനസ്സിലാക്കാൻ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സംസ്കാരങ്ങളെയൊക്കെ തന്നെ നമ്മുടെ കച്ചത്തിലേക്ക് വേണം താനും. അതേസമയം ഈ അവസാനത്തെ പ്രവാചകൻ അല്ലെങ്കിൽ അവസാനത്തെ തീർത്ഥങ്കരനായിരിക്കുന്ന എൻ്റെ അടിമയായിട്ട് ഇവർ ജീവിക്കുകയും വേണം എന്ന ചിന്താഗതിയോട് കൂടിയിട്ടാണ് ഈ രണ്ട് കുബുദ്ധികളും കൂടിയിട്ട് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രൊഫറ്റ് മുഹമ്മദ് ഈ സാധനം ഉണ്ടാക്കുമ്പോൾ ക്രിസ്ത്യാനികളെയും ചുളിവിൽ വേണം, ജൂതന്മാരെയും ചുളിവിന് വേണം, അതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ഗോത്രവർഗ വിഭാഗത്തിന് ചുളിവിനെ തൻ്റെ കയ്യിലത്തേക്ക് ഒതുക്കിയെടുക്കാനായിട്ടുള്ള പരിപാടിയിലായിരുന്നു. ഈ മഹാവീരനും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സമസ്ത ഗോത്രത്തിലും ഉണ്ടായിരിക്കുന്ന ആരാധനാ സങ്കല്പങ്ങൾക്ക് തുല്യമായിരിക്കുന്ന ദേവതകളെ അല്ലെങ്കിൽ തീർത്ഥങ്കരന്മാരെ ഇതിനകത്തുകൂടെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനെ തന്നെ ഇനി ദത്തെടുക്കുക. എന്നിട്ട് അവസാനം ജൈനമതത്തിലേക്ക് ഇവനെല്ലാം കൊണ്ടുവരിക. തനിക്ക് ശേഷം മറ്റൊരു തീർത്ഥങ്കരൻ ഇല്ല എന്നും ഇനിയോട്ട് വരാൻ പോകുന്നില്ല എന്നും പ്രസ്താവിക്കുക. ഇത് രണ്ടും മതപരമായിരിക്കുന്ന കുബുദ്ധിത്തരത്തിന്റെ ഉത്തമ മകുട ഉദാഹരണങ്ങൾ ആണ് എന്ന് പൊതുജനങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക.